അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി കാലങ്ങളിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് തഹജ്ജുദ് നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവൻ്റെ വലിയ വലിയ രോഗങ്ങൾ, അതായത് ക്യാൻസർ മാരകമായ രോഗങ്ങളുണ്ടല്ലോ, ആ രോഗങ്ങളിൽ നിന്നെല്ലാം അവനെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അവനെ സംരക്ഷിക്കും. സത്യം പറഞ്ഞാൽ ഓരോ പേര് പറയാൻ പേടിയാണ്. ഈ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ, എത്രയും പെട്ടെന്ന് അവരെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അത്രത്തോളം മഹത്വമുള്ള ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം. അപ്പോൾ ഇനി നമുക്ക് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഒരു ചരിത്രം കൂടിയും പറയാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത്, അള്ളാഹു ആയിട്ട് അവനിക്ക് അടുക്കാൻ കഴിയും തഹജ്ജുദ് നിസ്കരിക്കണ വഴി. കാരണം തഹജ്ജുദ് നിസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കത്തിൽ പോണ സമയത്ത് എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ആ നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി പൊട്ടി ദുആ ചെയ്താൽ ആ ദുആയിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. വല്ലാത്തൊരു അടുപ്പായിരിക്കും, നമുക്ക് വല്ലാത്തൊരു ആനന്ദമായിരിക്കും. തഹജ്ജുദ് നിസ്കരിച്ച ആ ദിവസം തന്നെ വല്ലാത്തൊരു ആനന്ദം, വല്ലാത്തൊരു മനസ്സിന് കുളിർമയൊരു സന്തോഷിക്കുകയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല, പക്ഷെ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ആ ദിവസം നമ്മുടെ പണിയായാലെല്ലാം പെട്ടെന്ന് തന്നെ റാഹത്തായിട്ട് കഴിഞ്ഞു, വല്ലാത്തൊരു ആനന്ദമാണ്. അത് നിസ്കരിക്കുന്നവർക്കേ അതിൻ്റെ മഹത്വം മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാവില്ല. അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം, അതിൻ്റെ ആനന്ദം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നിസ്കാരം നിന്ന് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ആ ആനന്ദം കിട്ടാതായി കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് എല്ലാത്തിനും ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നിസ്കാരത്തിലായാലും സ്വലാത്തിലായാലും ഒക്കെ. കാരണം വല്ലാത്തൊരു പ്രത്യേക ഒരു സുഖമാണ് നിസ്കരിക്കുമ്പോഴും സ്വലാത്തൊക്കെ ചൊല്ലുമ്പോഴൊക്കെ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് ഇബാദത്തെടുത്ത് ജീവിക്കണം തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. മുത്തുനബി തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തെല്ലാനും തങ്ങളെ ഒരുപാട് ഇഷ്ക് വെക്കാനും തങ്ങളുടെ പുണ്യഭൂമിയിൽ ചെന്നെത്താനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും കൊതിക്കുന്ന ഓരോ മുഹിബീങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തത്, എത്ര വൃത്തികെട്ടവനാണെങ്കിലും അവൻ നിസ്കാരം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവനിക്ക് കള്ള് കുടിക്കണം എന്നുള്ള ചിന്ത വന്നാൽ അവൻ അതിലേക്ക് പോകാൻ നോക്കിയാലും പടച്ചോൻ വിടൂല അവനെ. അവനാ ചിന്തയിൽ നിന്ന് അവനെ മാറ്റിക്കളയും. ഒന്ന് ആലോചിക്കുക, എത്രത്തോളം മഹത്വമുള്ള ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം എന്നത്. അവൻ മോശപ്പെട്ട ഒരാളായിരുന്നിട്ട് അവൻ വീണ്ടും നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം തുടങ്ങിയിട്ട് വീണ്ടും അവൻ ആ പ്രവൃത്തിയിലേക്ക് പോയാൽ പടച്ചോൻ വിടൂല അവനെ. നീ നിസ്കരിക്കുക, നീ അതിലേക്ക് പോവണ്ടെന്ന് പടച്ചോൻ പറയും. പടച്ചോൻ വിടൂല അവനെ. അതാണ് അതിൻ്റെ ഒരു മഹത്വം. മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. 3, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു നിനക്ക് പുറത്തു തരും. ഏത് വഴി? തഹജ്ജുദ് നിസ്കരിക്കുന്ന വഴി. 4, മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിക്കും, നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ നോക്കുക, ദുആ ചെയ്യുക. എപ്പോഴും പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബേ തഹജ്ജുദ് നിസ്കരിക്കാൻ നീ എന്നെ എണീപ്പിക്കുന്ന റബ്ബേന്ന്. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയം, തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കേ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എത്ര അലാറം വെച്ച് കിടന്നാൽ ഒരു പക്ഷെ നമ്മൾ എണീക്കില്ല. പോട്ടെ, ഇനിയിപ്പോൾ എണീറ്റാൽ തന്നെ വീണ്ടും നമ്മൾ വീണ്ടും കിടക്കും, നമുക്ക് എണീക്കാൻ വീണ്ടും കഴിയൂല. കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ ഒരു ചിന്ത വരും നമ്മുടെ മനസ്സിൽ. ശൈത്താൻ്റെ ഇതാണ്. പിന്നെ പഠിച്ചോൻ ഇഷ്ടപ്പെടുന്നവർക്കേ ആ സമയത്ത് കറക്റ്റായിട്ട് എണീക്കാൻ പറ്റുള്ളൂ. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കേ എണീക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടോയെന്നൊന്ന് ചിന്തിക്കുക, ഞാൻ അടക്കം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ചരിത്രം കൂടിയും പറയാം. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വലിയ മഹാനാണ്. അദ്ദേഹം മരണപ്പെട്ടു. മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. അങ്ങനെ മയ്യിത്ത് കൊണ്ടുപോയി ഖബറടക്കി കഴിഞ്ഞു. ശിഷ്യന്മാർ ഉസ്താദിനെ ഒന്നും സ്വപ്നത്തിൽ കാണാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ ശിഷ്യന്മാർ വല്ലാത്തൊരു ആനന്ദം പ്രകടിച്ചപ്പോൾ അങ്ങനെ ശിഷ്യന്മാരെ സ്വപ്നത്തിൽ കാണാനിടയായി.
ശിഷ്യന്മാർ സ്വപ്നം കണ്ടപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു മരിച്ചപ്പോൾ, പിന്നെ എങ്ങനെയുണ്ട് ഉസ്താദ് ഖബർ ജീവിതമൊക്കെ, സുഖമാണോ എന്നും ചോദിച്ചു. ഈ 2 ചോദ്യങ്ങളാണ് ഉസ്താദിനോട് ശിഷ്യന്മാർ ചോദിച്ചത്. ഒന്ന്, മുഖം നല്ല പ്രകാശമായിരുന്നു മരിച്ചപ്പോഴും, പിന്നെ ഖബർ ജീവിതം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഇതിനെല്ലാം ഉസ്താദ് മറുപടി കൊടുത്തു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുകയാണ്, ശിഷ്യന്മാരോട് പറഞ്ഞു, അൽഹംദുലില്ലാ, ആ പാതിരാത്രിയിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരമാണ് എന്നെ 6 അടി മണ്ണിൽ എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന്. അപ്പോൾ നാം മനസ്സിലാക്കാത്തത്തോളം മഹത്വമുള്ള ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖൽബിൽ ഈമാൻ തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഇഷ്ക് വെക്കാനും തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ.